എനിക്ക് ലാലേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ലാലേട്ടനെ അനുകരിച്ചിരുന്ന ഒരാളാണ് മിമിക്രി എന്ന സമയത്ത്. അതിനുശേഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ലാലേട്ടൻ്റെ ഉറച്ചിച്ചയുടെ മുമ്പിലാണ്. അതിനുശേഷം ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ റിയൽ ആയിട്ടുള്ള മാനറിസംസ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഞാൻ അതിൽ കയ്യടി വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റേജിൽ. സിനിമയിലെ ആൾക്കാരുടെ മുമ്പിലും റിയൽ മോഹൻലാൽ എന്താണ്, എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള രീതിയിലും ഞാൻ പെർഫോം ചെയ്യും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് എനിക്ക് ഒരുപാട് അഭിനയം തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് വർണ്ണപ്പകിട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ കിട്ടി. പിന്നെയാണ് ഈ പറയുന്ന പോലെ 2020 ക്രിസ്ത്യൻ ബ്രദേഴ്സ് എല്ലാത്തിലും അനിയൻ്റെ ക്യാരക്ടറായിരുന്നു. പിന്നെയാണ് ചൈന ടൗൺ. എനിക്ക് തോന്നുന്നു ചൈന ടൗൺ കഴിഞ്ഞിട്ട് ഒരു 14 വർഷം കഴിഞ്ഞിട്ടാണ്. ചിലപ്പോൾ നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം അതെന്തായാലും ആ ഒരു കെമിസ്ട്രി നാച്ചുറലി നമുക്ക് സ്ക്രീനിൽ ഉണ്ടായേക്കാം. കാരണം ബേസിക്കലി നമ്മളൊക്കെ ഇപ്പം എൻ്റെ സീനിയേഴ്സാണ്, മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും. ഞാൻ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ. അപ്പം അന്ന് മുതൽ നമുക്ക് എനിക്ക് ആരോടും ഒരു ഈഗമില്ലാത്ത ഒരാളാണ് ഞാൻ. പോയിട്ട് 2020 ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടിൽ ഞാൻ രാവിലെ പോയിട്ട് നമുക്ക് പോവാട്ടെ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാൻ പോവാം. ഞാൻ ഇപ്പുറത്തെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷെ അതല്ല, ഞാൻ അവരുടെ മുമ്പിൽ എന്താണ് കാര്യം, എൻ്റെ വളർച്ച മൊത്തത്തിൽ കണ്ടിട്ടുള്ളത് അവരാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ ഞാൻ എന്താണ് എന്ന് പറയുന്നത് അവർക്ക് 100% എൻ്റെ ഒരു ട്രാവൽ അറിയാവുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് അവരുടെ സിനിമയിൽ തന്നെ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥ പോലും ചോദിക്കാറില്ല. എന്തിനാണ് അവർ വിളിക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. അതിൽ ആരാണ് സ്ക്രീൻ സ്പേസ് ഇത്രയും, ആരാ സ്കോർ ചെയ്യണേ, അതൊന്നും ഞാൻ ചോദിക്കാറില്ല. ഇത്രയും സിനിമകളിൽ ഞാൻ അവരുടെ കൂടെ അഭിനയിച്ച ഈ 4 പേരുടെ കൂടെ അഭിനയിച്ച സിനിമയിൽ ഞാൻ ഒന്നും ചോദിക്കാതെ പോയിട്ട് അഭിനയിക്കുക ചെയ്യാറ്. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, അവരിലുള്ള വിശ്വാസമൊക്കെയാണ്. അപ്പം ഈ ഇഷ്ടമായിരിക്കും ആ സ്ക്രീനിൽ നമുക്ക് ഫീൽ ചെയ്യാമെന്ന്.